നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലഞ്ച് കുക്കിങ്ങും അതുപോലെ ഞാൻ ഭാവിയായിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു. വാവേനെ ഞാൻ പഠിക്കാൻ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. 2 ദിവസമായിട്ട് മീൻ കിട്ടിയിട്ട് ഇവിടെ മീൻ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നു. ഇത് കടലിൽ നിന്ന് പിടിക്കുന്ന വരാലാണ്. അപ്പോൾ ഞാനിവിടെ ആറ്റിൽ നിന്ന് പിടിക്കുന്ന വരാൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആറ്റുമീൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനത് ക്ലീൻ ചെയ്തു. പിന്നെ അതുപോലെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ മീനൊക്കെ ഉപ്പിട്ട് കഴുകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആറ്റിൽ നിന്ന് പിടിക്കുന്ന മീൻ അമ്മ ഇങ്ങനെ കല്ലിട്ട് ഉരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മീൻ നല്ല വേസ്റ്റ് ഉണ്ട് കേട്ടോ ആ മീനിന്. പക്ഷേ ഈ മീനിന് അത്ര വലുതായിട്ട് വേസ്റ്റ് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഉപ്പിട്ടിട്ട് കഴുകിയാണ് എടുത്തത്. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇത് 1 കിലോ 200 രൂപയാണ്. അപ്പോൾ ഞാൻ 1/2 കിലോ ആണ് മേടിച്ചത്. 2 മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ മീനായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഞാൻ വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുളകിട്ടിട്ട് കറി വയ്ക്കാം, മുളക് കറി വയ്ക്കാം. അപ്പോൾ ഇത് തേങ്ങ അരച്ച് വെക്കുന്നത് എനിക്കറിയില്ല, ടേസ്റ്റ് എന്താവുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ മുളക് കറിയാണ് വെച്ചത്. അപ്പോൾ ഞാൻ മീനെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കറിയില്ലേ, അതും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കറി വയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെണ്ടയ്ക്ക എടുക്കുകയാണ് കേട്ടോ. വെണ്ടയ്ക്ക നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം. അപ്പോൾ എനിക്ക് ഡെയിലി ഭയങ്കര കൺഫ്യൂഷനാണ്, എന്ത് കറി വയ്ക്കുക. ഡെയിലി എന്തെങ്കിലും തോരൻ അല്ലെങ്കിൽ ഒഴിച്ചുകറി അങ്ങനെ ആയിരിക്കും. ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും നമുക്ക് എന്ത് കുക്ക് ചെയ്യണം എന്നുള്ളത്. ഭയങ്കര ഒരു കൺഫ്യൂഷനായിരിക്കും. നമ്മൾ വെറൈറ്റിയൊക്കെ തപ്പി പോവും. ലാസ്റ്റ് നമ്മുടെ നാടൻ ഐറ്റംസിലൊക്കെ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ ഞാനും ഇതുപോലെ തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ വെറൈറ്റി ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീനിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു കറി തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4 കഷ്ണം മീൻ ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നാളെ കറി വയ്ക്കാം അല്ലെങ്കിൽ നാളെ വറുക്കാം എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നാളെ ചിലപ്പം നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിലോ നമുക്കിത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കറിയിലേക്ക് ഇട്ടിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് കറിവേപ്പില ഇടുമ്പോൾ. അപ്പോൾ അത് ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കേനെ റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇന്ന് വാവ വന്നിട്ടുണ്ടായിരുന്നു. വാവ അവിടെ ഇരുന്നിട്ട് TV കാണണം കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വാവിനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ. വെണ്ടയ്ക്ക സവോള ഇട്ട് ഒന്ന് വഴറ്റി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും റെഡിയാവും. അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡിയാവട്ടെ. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് അതിൻ്റെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ ഞാൻ നല്ല റിലാക്സ് ആയിട്ട് ആയിരുന്നു. അപ്പോഴാണ് എൻ്റെ വാവയ്ക്ക് ഭയങ്കര നിർബന്ധം ഇപ്പം തന്നെ നമുക്ക് പാർക്കിൽ പോകണം, ഭയങ്കര നിർബന്ധം. എന്നോട് കുറേ നാളായിട്ട് എന്നോട് പറയാണ് കേട്ടോ, എന്നെ പാർക്കിൽ കൊണ്ടുപോകുമെന്ന്. ഞാൻ കൊണ്ടുപോവാം, നാളെ കൊണ്ടുപോവാം, മറ്റന്നാൾ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഹസ്ബൻഡ് ഉള്ളപ്പോഴാണ് നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത്. അല്ലാണ്ട് വാവനെ കൊണ്ട് ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് പാർക്കിലോ അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ചങ്ങനാശ്ശേരിയിൽ ഒരു പാർക്കുണ്ട്. അതെനിക്കറിയാം, അവിടെ ഒരു പാർക്ക് ഉണ്ടെന്നറിയാം. പക്ഷേ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ഞങ്ങൾ കൂടുതലും ആലപ്പുഴ ബീച്ചിൻ്റെ സൈഡിലുള്ള പാർക്കിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ ആളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പറ്റിച്ചൊക്കെ വിടാറുണ്ട്. പക്ഷേ ഇന്ന് പിടിയാലേ ആൾക്ക് പാർക്കിൽ പോയേ പറ്റൂ.
ഞാനും അമ്മയും കൂടി വാവിനെ പാർക്കിൽ കൊണ്ടുവന്നു. ഭയങ്കര സന്തോഷമായി കേട്ടോ. നമുക്ക് കുട്ടിയൊക്കെ ഇതുപോലെയൊക്കെ എപ്പോഴും വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബോറടി ആയിരിക്കും. ഇടയ്ക്ക് എന്നോട് പറയും ബോറടിക്കുന്നതെന്ന് പറയും. ഞാൻ പിന്നെ ഈ കുഞ്ഞിലേ ബോറടിക്കുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം. പിന്നെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരാനായിരുന്നു ഭയങ്കര പാട്. എല്ലാത്തിലും ഇങ്ങനെ ഓടി ഓടി കയറുമായിരുന്നു. ആൾക്ക് കൂടുതലും ഇങ്ങനെ തെന്നി വരുന്ന അതിൽ കളിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആളിങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ. ഏതിൽ കയറണം ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പാർക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ആലപ്പുഴ ബീച്ചിൻ്റെ ആ സൈഡിൽ അവിടുത്തെ പാർക്കിനേക്കാളും ഏറ്റവും നല്ല പാർക്ക് ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പാർക്കാണെന്ന് തോന്നുന്നു. നല്ല പാർക്കാണ്. പക്ഷേ ഇതിന് മുന്നേ അങ്ങനെ ആൾ വരുത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ വലിയ അതൊന്നുമല്ല പാർക്കല്ലായിരുന്നു. കുറച്ച് ഇഷ്യൂസൊക്കെ ആയതിനു ശേഷമാണ് ഇവിടെ കൂടുതൽ അവർ ഫെസിലിറ്റീസൊക്കെ കൊണ്ടുവന്നിട്ട് ഇത്രയും നല്ല ഒരു ഇതാക്കി എടുത്തത്. അപ്പോൾ ഞാൻ ഒരു കോഫി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാവിക്കും അമ്മയ്ക്കും ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. അവരത് ആ സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പോയിട്ട് ഒരു കോഫി കുടിച്ചു. അപ്പോൾ എനിക്ക് ഐസ്ക്രീം വേണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഐസ്ക്രീം കഴിക്കാനൊന്നും വലിയ താല്പര്യം കാണില്ല. പക്ഷേ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര കൊതി വരും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നെനിക്ക് ഐസ്ക്രീം കഴിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ പോയിട്ടൊരു കോഫി കുടിച്ചു. അപ്പോൾ വാവ് ഓടി എൻ്റെ അടുത്ത് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും പാർക്കിൽ പോയി. എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് അഡൾട്ടിന് 30 രൂപയും കുഞ്ഞു പിള്ളേർക്ക് 50 രൂപയും അങ്ങനെയാണ് ഈ ഒരു പാർക്കിൽ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവർ നല്ല അവർക്ക് നല്ല ബുദ്ധിപൂർവ്വം ചിന്തിച്ചെടുത്തതാണ്. നമ്മൾ വലിയവരെന്തായാലും ആ ഒരു റൈഡൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അവർ കളിക്കാനൊന്നും കയറുന്നില്ല. കുഞ്ഞു കുട്ടികളല്ലേ കളിക്കാനും അതിനൊക്കെ കയറണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ പൈസ അവർ ടിക്കറ്റ് ആക്കിയതായിരിക്കും. എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, 7 മണി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും ആൾ വരുന്നില്ല. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നതാണ്. ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അവിടെ നിന്ന് വന്നപ്പോൾ. 8 മണി വരെ പാർക്കുണ്ട്. ക്ലോസിങ് ടൈം 8 മണിയാണ്. ഒരു തെന്നി ഇറങ്ങുന്ന എൻ്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. ഇറങ്ങുന്നില്ല, താഴെ ഇറങ്ങുന്നില്ല. ഞങ്ങൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകുമെന്നറിയാം. അതുകൊണ്ട് താഴെ ഇറങ്ങാതെ എൻ്റെ മുകളിൽ തന്നെ നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരൊക്കെ അങ്ങനെ ആയിരിക്കും. ഇതുപോലെ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വരണമെന്നേ ഇല്ലായിരിക്കും. അപ്പോൾ ആളെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് കേട്ടോ, സ്കൂട്ടറിലാണ് പോയത്. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ഒരു 10-15 മിനിറ്റ് വണ്ടി ഓട്ടിക്കാനുള്ള ആ ഒരു ഇത് ഉള്ളൂ. അത്രയും ദൂരം ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് കറി നമുക്ക് മീൻകറി മാത്രമേ ഉള്ളൂ. മീൻകറിയും ആ ഒരു വെണ്ടയ്ക്ക മെഴുക്കോട്ടയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോയിട്ട് മുഖമൊക്കെ കഴുകി. ഞാൻ പുറത്ത് പോയിട്ട് വന്ന ഉടനെ തന്നെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യും കേട്ടോ. പൊടിയല്ലേ, ഭയങ്കര പൊടിയല്ലേ. വണ്ടിയിലും കൂടിയാണ് പോകണം. മുഖത്തും ഒക്കെ പൊടിയടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തു. അത് മൂന്നുപേർക്കും കൂടിയിട്ട് 3 കഷ്ണം മീനെടുത്ത് വറുക്കുകയാണ്. അപ്പോൾ ഞാൻ മസാലയൊക്കെ പുരട്ടി ഒന്ന് വറുത്തെടുക്കട്ടെ. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. ഭാവിക്ക് നാളെ പഠിക്കാൻ പോകണം. അപ്പോൾ എഴുതിക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇനി. അവർക്ക് ഹോംവർക്കൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതിക്കണം. അപ്പോൾ ഇത് ഒന്ന് ചെയ്തിട്ട് വേണം ആളെ ഇരുത്തി ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വാവേനെയൊക്കെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.